നേതൃത്വത്തിന്റെ കൂട്ടരാജിക്ക് പിന്നാലെ അഭിനേതാക്കളുടെ സംഘടന അമ്മയിൽ അംഗങ്ങളുടെ രാജി തുടരുകയാണ്. ശ്വേതാ മേനോന് പിന്തുണ അറിയിച്ച് മല്ലികാ സുകുമാരൻ രാജിവെച്ചു. അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന് ആശാ അരവിന്ദും രാജി പ്രഖ്യാപിച്ചു. അനീതിക്കെതിരെ ശബ്ദിച്ചതിനാൽ തന്നെ കുറ്റക്കാരനാക്കിയെന്ന് തുറന്നടിച്ച് ടിനി ടോം അംഗങ്ങൾക്ക് ഒരു തുറന്ന കത്തെഴുതി. നേതൃത്വത്തിലെ ഗ്രൂപ്പിസവും സ്വജനപക്ഷപാതവുമാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് മാലാ പാർവതി 24-നോട് പറഞ്ഞു. ഒന്നാമത് പ്രസിഡന്റും സെക്രട്ടറിയും ഒരുമിച്ച് പോകേണ്ടവരാണ്. അതിൽ ആരാണ് വലുത് ആരാണ് ചെറുതെന്ന് നോക്കാനുള്ള സ്ഥലമല്ലത്. ഒരുമിച്ച് പ്രവർത്തിക്കണം. ഇവർ രണ്ടും രണ്ട് ചേരിയിലായി, എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും. ഗ്രൂപ്പായിരുന്നു പ്രധാനമായിട്ടുള്ളത്. ഇവര് എന്താണ് ഇവിടെ ചെയ്യാൻ ശ്രമിച്ചത്? കേരളമാണ്. ഇവിടെ ഇങ്ങനത്തെ കഥകളൊന്നും ഓടൂല. ഇവിടെ ഒരു വിക്ടിം കാർഡ് ഓടൂല, ഒരു ജിഹാദി വിളി ഓടൂല. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയനാണ് ചേരുന്നത്. വിപിൻ, ഈ വിവാദങ്ങളൊക്കെ തുടക്കമിട്ടത് അത് ചില വ്യക്തിപരമായ പ്രശ്നങ്ങളെന്ന പേരിലായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറി അത് സംഘടനയ്ക്കുള്ളിലെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഇപ്പോൾ വിരൽ ചൂണ്ടുകയാണ്. സ്വജനപക്ഷപാതം, ഗ്രൂപ്പിസം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ രണ്ട് ഭാഗവും അവരവരുടേതായിട്ടുള്ള വാദങ്ങളുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണല്ലോ. ഗുഡ് ഈവനിങ് പ്രജിൻ, ക്രിസ്റ്റീന. ഈ അമ്മയിലെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഭരണസമിതി രാജിവെക്കുകയും ഒരു അഡ്ഹോക്ക് കമ്മിറ്റി നിലവിൽ വരികയും ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതുണ്ടായില്ലെന്ന് മാത്രമല്ല, ആ വിള്ളൽ കുറച്ചുകൂടി വലുതാവുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാഴ്ചയുള്ളത്. ആ ഭിന്നത കുറച്ചുകൂടി രൂക്ഷമാവുകയാണ്. കാരണം ശ്വേതാ മേനോൻ രാജിവെക്കുന്നു, അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പറയുമ്പോൾ അത് പെട്ടെന്നുണ്ടായി ഒരു കൂട്ടമായിട്ട് എല്ലാവരും തന്നെ ഒരു കുറ്റപ്പെടുത്തൽ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം എന്നുള്ളതായിരുന്നു ആ ഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിന് പുറത്തുള്ള ഒരാൾ ശ്വേതാ മേനോൻ ഐക്യപ്പെട്ടുകൊണ്ട് രാജിവെച്ചിരിക്കുന്നു. മല്ലികാ സുകുമാരനാണ് രാജി വെച്ചിരിക്കുന്നത്. അമ്മയ്ക്കൊപ്പം, ന്യായത്തിനൊപ്പം, ഒപ്പം തന്നെ ശ്വേതാ മേനോനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവർ രാജി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. ശ്വേതാ മേനോനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമം പല കോണിൽ നിന്നും ഉണ്ടായി എന്നുള്ളതും മല്ലികാ സുകുമാരൻ പറയുകയാണ്. ഒരു 15 ദിവസം മുൻപെങ്കിലും ഈ ജനറൽ ബോഡിയിൽ നിന്നും അവരെ പുറത്താക്കുന്നതിനുള്ള നീക്കം, ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മാലാ പാർവതി ഉൾപ്പെടെയുള്ളവർ അതിനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ള ഗുരുതര ആരോപണവും മല്ലികാ സുകുമാരന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു കേട്ടു. സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ടേക്കും ഇത് വലുതാവും, ഈ വിള്ളൽ വലുതാക്കാനുള്ളൊരു സാധ്യത നിലനിൽക്കുകയാണ്. മറ്റൊന്നുള്ളത്, അഡ്ഹോക്ക് കമ്മിറ്റിയിൽ നിന്നും ആശാ അരവിന്ദ് രാജിവെച്ചിരിക്കുന്നു. അതിനുള്ള ഒരു കാരണം, ഇതിനു മുൻപുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ആശാ അരവിന്ദ് ഉണ്ടായിരുന്നു. ആ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ സംബന്ധിച്ച് ഇത്ര വലിയ ആക്ഷേപങ്ങൾ, ഇത്ര വലിയ ആരോപണങ്ങളൊക്കെ ഉയർന്നൊരു സാഹചര്യത്തിൽ അതിനുള്ളിലുണ്ടായിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് താൻ അഡ്ഹോക്ക് കമ്മിറ്റിയുടെ കൂടി ഭാഗമാകുന്നത് അധാർമികമായിരിക്കും എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഈ അമ്മ സംഘടനയിൽ മുൻപും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മുൻപും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയുടെ ആഴം അത് വലിയ ഗൗരവ സ്വഭാവത്തിലുള്ളതാണെന്ന് പറയാൻ കാരണം പ്രസിഡന്റ് തന്നെ രാജിവെച്ചൊഴിയുന്ന സാഹചര്യം, ആ ഭരണസമിതി ഒന്നാകതിന് പിന്നാലെ ഒഴിയുന്ന സാഹചര്യം, പ്രാഥമിക അംഗത്വം വേണ്ട എന്ന് പറഞ്ഞ് രാജി പ്രഖ്യാപിക്കുന്ന താരങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഇന്നലെയും ഇന്നുമൊക്കെയായി കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ വലിയ പ്രതിസന്ധി ഘട്ടത്തിലും ഈ സൂപ്പർ താരങ്ങൾ അവർ പ്രതികരിക്കുന്നില്ല, ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഒരു ഭാഗത്തുണ്ട്. മുൻപും അത് തുറന്ന് നമ്മൾ കേട്ടതാണ്. മുൻപത്തെ വിഷയങ്ങളിലൊക്കെ തന്നെ ഈ അഭിപ്രായം പറയാൻ മടിക്കുന്നു. അത് മോഹൻലാലായാലും മമ്മൂട്ടിയായാലും അത്തരം അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നില്ല. ഈ പ്രശ്ന പരിഹാരത്തിന് എന്തുകൊണ്ടാണ് ഈ സീനിയർ താരങ്ങൾ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്? അമ്മ എന്ന് പറയുന്ന സംഘടന അതൊരു കൂട്ടായ്മയാണ്, അതൊരു ക്ലബ്ബാണെന്നൊക്കെയുള്ള കുറേ അത്തരം അങ്ങനെയൊക്കെ പറയുന്ന താരങ്ങൾ പോലും ഈ പ്രശ്നത്തിന് നേരിട്ടൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ലേ? അമ്മ ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധിയും അത് തന്നെയാണ്. കാരണം ഇവരെയൊക്കെ ആരായിരിക്കണം നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ആരോടാണ് ഇത് പറയേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത കുറവ്. അവരവർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു, അത് പരസ്യമായി തന്നെ പറയുന്നു, അത് വലിയ ഭിന്നതയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യമുള്ളത്. ഒരാൾ രാജിവെക്കുകയാണെങ്കിൽ അവരെ രാജിവെക്കരുത് എന്ന് പറഞ്ഞ് തടയാൻ പോലും നിലവിൽ ഒരാളില്ല എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ അമ്മയുടെ നേതൃത്വത്തിലേക്ക് മോഹൻലാൽ വന്നതാണ്. മോഹൻലാൽ പ്രസിഡന്റായിട്ട് ഇരുന്ന ഒരു കസേരയാണ്. അതിൽ നിന്നും വലിയ വിപ്ലവത്തോടു കൂടി വലിയൊരു മാറ്റം എന്നുള്ള നിലയ്ക്കായിരുന്നു വനിതകൾ വരട്ടെ എന്നുള്ള ഒരു തീരുമാനം വരികയും മോഹൻലാൽ ഉൾപ്പെടെയുള്ള ഭരണസമിതി മുഴുവൻ രാജിവെക്കുകയും പിന്നീട് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ വരികയും ചെയ്തത്. അപ്പോൾ അതിലൊരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നേതൃത്വം, അതായത് മുതിർന്ന താരങ്ങളൊക്കെ തന്നെ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് കാഴ്ച. ഇന്നലെ മോഹൻലാൽ ജനറൽ ബോഡിയിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ഒരു അമ്മ എന്നുള്ള സംഘടന തകരാവുന്നൊരു നിലയിലേക്ക് പോകരുത്, അതിനെ ഉയർത്തിക്കൊണ്ടുവരിക തന്നെ വേണം. ഒപ്പം തന്നെ
ജനറൽ ബോഡിയാണ് അമ്മയുടെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. ആ ജനറൽ ബോഡി എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പം താൻ നിൽക്കും, താനെ ഒരു പക്ഷത്തിലും ചേരാനില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ മോഹൻലാൽ എടുത്തിരുന്ന ഒരു സ്റ്റാൻഡുള്ളത്. ഇന്നിപ്പോൾ തനിക്ക് ആർക്കാണ് താൻ രാജിക്കത്ത് അയക്കേണ്ടത് എന്നറിയില്ല, അങ്ങനെ ഒരു തീരുമാനമുണ്ടായാൽ അയക്കുമെന്നുള്ളത് മല്ലിക സുകുമാരൻ പറയുമ്പോൾ ഇതൊരു കടിഞ്ഞാണില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. രാജിവെക്കുന്നവർ വെക്കുന്നു, അവർ പുറത്തേക്ക് പോകുന്നു, അമ്മയ്ക്കെതിരെ പറയുന്നു, അല്ലാത്തവർ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗ്രൂപ്പിസം പ്രജിൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. മമ്മൂട്ടി ഇന്നലെ പങ്കെടുത്തിട്ടില്ല. യുവതാരങ്ങളായിട്ടുള്ള ടൊവിനോയോ, ആസിഫ് അലിയോ, കുഞ്ചാക്കോ ബോബനോ, പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ആ ഒരു യുവതാരനിര ആരും തന്നെ ഇതിൽ പങ്കെടുക്കുന്നുമില്ല, ഇതിലൊരു അഭിപ്രായം പറയുന്നുമില്ല, അവരൊക്കെ വിട്ടുനിൽക്കുന്നു. അപ്പോൾ ഇത് ഒരു പൊട്ടിയ പട്ടം പോലെ പലരും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. അത് ഒരു വലിയ തുറന്ന യുദ്ധത്തിലേക്കൊക്കെ പോകുന്നു എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി. അതുകൊണ്ട് തന്നെയാണ് മുതിർന്ന താരങ്ങൾ എത്രയും വേഗം ഇതിലൊരു അഭിപ്രായം പറയുകയും രംഗത്തെത്തണം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് അഡ്ഹോക്ക് കമ്മിറ്റി അധികം വൈകാതെ തന്നെ ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം രമേശ് പിഷാരടി ഈ മുതിർന്ന താരങ്ങളുടെ കൂടി ഒരു ആശീർവാദത്തോടു കൂടിയാണ് ഇതിന്റെ തലപ്പത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിയമസഭ നടക്കുകയാണ്. ആ നിയമസഭയ്ക്കിടയിൽ സൗകര്യം കിട്ടുമ്പോൾ തന്നെ അഡ്ഹോക്ക് കമ്മിറ്റി ചേരാനാണ് നിലവിലെ തീരുമാനം. അന്ന് വളരെ പ്രതീക്ഷിക്കാവുന്ന ചില തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പ്രജിൻ, ശരി, എന്തായാലും എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന എന്ന ചോദ്യം തന്നെ ഇപ്പോൾ വരുന്നുണ്ട്. ആ സംഘടന സ്ഥാപിച്ചത് തന്നെ അതിലെ അംഗങ്ങൾ, അത് വലിപ്പച്ചെറുപ്പമില്ലാതെ ഭേദഭാവം ഇല്ലാതെ എല്ലാ അംഗങ്ങൾക്കും കൃത്യമായ വെൽഫെയർ അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന പേരിൽ വന്ന ഒരു സംഘടനയാണ്. പക്ഷെ അതിൽ ഈ പറയുന്നത് പോലെ പക്ഷമുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഉറപ്പാണ്. അപ്പോൾ അത്തരത്തിൽ പലരെ പല രീതിയിൽ കാണുന്ന മട്ടിലേക്ക് സംഘടന പോയതാണ് അതിന്റെ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം എന്നാണ് പ്രേക്ഷകരിൽ പലരും ചോദിക്കുന്നത്. എന്തിനാണ് ഈ ഒരു സംഘടനയുടെ വിഷയം ഈ രീതിയിൽ വാർത്തയാക്കുന്നത് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് സർക്കാരും പറഞ്ഞു അത് സംഘടനാ വിഷയമാണ്. പക്ഷേ ഇത്തവണത്തെ പ്രശ്നം അത് പ്രശ്നമായി ആ വിവാദങ്ങൾ ഉണ്ടാകാനുള്ള ചില കാരണങ്ങളുണ്ട്. അവിടെ ഉന്നയിക്കപ്പെട്ട ചില വിഷയങ്ങൾ, പരാതികൾ, അതൊന്നും വേണ്ട പോലെ കേട്ടില്ല എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. അതൊരു നടി ഉയർത്തിയ ഒരു പരാതി, അൻസിബ ഹസൻ ഉയർത്തിയ പരാതി, അതുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകൾ, പിന്നീട് തുടർ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നും വേണ്ട രീതിയിൽ നേതൃത്വം ഇടപെട്ടില്ല എന്നത് ഗൗരവ സ്വഭാവത്തിലുള്ള വിഷയമാണ്. അവിടെയാണ് ഇന്നലെ വലിയ ചർച്ച ഈ ജനറൽ ബോഡിയിൽ ഉണ്ടായത്. അങ്ങനെ പക്ഷം പിടിച്ച് രണ്ട് ശരിയായി തിരിയുന്നു, വലിയ തർക്കമുണ്ടാകുന്നു. അതിന് പിന്നാലെയാണ് ഈ നാടകീയ സംഭവങ്ങളെല്ലാം ഉണ്ടായത്. വലിയൊരു വിഭാഗം അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, മുതിർന്ന താരങ്ങൾ ഉൾപ്പെടെ. ഒരുപക്ഷെ അവരും പലപ്പോഴും പറയാൻ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് പരിഗണനയിൽ എടുക്കുന്നില്ല. അത് ശരിയായി പോകുമോ എന്ന ഒരു സംശയം കൊണ്ടായിരിക്കാം പലരും പങ്കെടുക്കാത്ത. എന്തായാലും ഇത്തരത്തിലൊരു സംഘടന അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകാനുള്ള ആ ഒരു എന്താ പറയുന്ന നീക്കം മുതിർന്ന താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ. സംഘടനയിൽ എല്ലാവരെയും ഒരേപോലെ കാണാൻ ഇടയാകട്ടെ എന്ന് നമ്മളും പ്രതീക്ഷിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.